ലണ്ടൻ മുതൽ ന്യൂയോർക്ക് വരെ മിനിറ്റുകൾക്കുള്ളിൽ തകർക്കാൻ വ്ളാഡിമിർ പുടിൻ തയ്യാറാകും. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കാൻ കഴിയുന്ന ആയുധങ്ങൾ റഷ്യയുടെ കൈവശമുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇത് പറയിപ്പിക്കുന്നത്. വ്ളാഡിമിർ പുടിൻ ഒരു ബട്ടൺ അമർത്തിയാൽ ലണ്ടൻ മുതൽ ന്യൂയോർക്ക് വരെയുള്ള നഗരങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ തരിശു ഭൂമിയായി മാറിയേക്കാം എന്നാണ് കരുതപ്പെടുന്നത്. ഇതിനായി ഒരു വലിയ ആയുധ ശേഖരം പുടിൻ ഒരുക്കിയിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. റഷ്യയിലെ ആണവ ശാസ്ത്രജ്ഞന്മാർ ഇതിനായിട്ട് വലിയ തോതിലാണ് ഗവേഷണങ്ങളും ആയുധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നത് എന്നാണ് അറിയുന്നത്. സയൻസ് ഫിക്ഷൻ സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇവയുടെ പ്രവർത്തന രീതി എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ അടക്കം ഇപ്പോൾ പറയുന്നത്. ലോകത്തെ ഭയപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സൂപ്പർ ആയുധങ്ങളുടെ ഒരു കൂട്ടം ഇവർ നിർമ്മിക്കുകയാണ്. എന്നാൽ ഇവ വെറും ബോംബുകളും മിസൈലുകളുമല്ല എന്നതാണ് അതിന്റെ സവിശേഷത എന്ന് പറയപ്പെടുന്നത്. ആണവ ശക്തിയുള്ള അണ്ടർ വാട്ടർ ഡ്രോണുകൾ, റിയാക്ടർ ഡ്രൈവണുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഹൈപ്പർസോണിക് വാഹനങ്ങൾ, ബഹിരാകാശത്തെ ഉപഗ്രഹ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇവയിൽ ഏറ്റവും മാരകമായത് പോഡിസോൺ എന്ന അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്ന ടോർപിഡോയാണ്. ഇവയിൽ ഏറ്റവും മാരകമായത് എന്ന് പറയപ്പെടുന്നത് പോസിഡോൺ എന്ന അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്ന ടോർപിഡോയാണ്. ഇതുപയോഗിച്ച് കടലിനടിയിൽ സ്ഫോടനം നടത്തിയാൽ പല പടിഞ്ഞാറൻ രാജ്യങ്ങളിലെയും തീരദേശ നഗരങ്ങളിലും നാവിക താവളങ്ങളിലും അതിന്റെ അണുവികരണം ഉണ്ടായ കടൽ ജലം വലിയ തോതിൽ ഇരച്ചു കയറുമെന്നാണ് പറയപ്പെടുന്നത്. പല രാജ്യങ്ങളെയും നശിപ്പിക്കാൻ ഇതുപോലൊരു സംവിധാനം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരസ്പരം ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളിലും തമ്മിൽ നേരത്തെ തന്നെ ഉണ്ടാക്കിയിരുന്ന ഉടമ്പടികൾ അത് പലതും കാലഹരണപ്പെടുകയോ അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇവർ തമ്മിൽ സൈനിക സംവിധാനങ്ങളിൽ ഉണ്ടായിരുന്ന ആശയവിനിമയ സംവിധാനങ്ങളും ഇപ്പോൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. റഷ്യ നിലവിൽ യുക്രൈനുമായിട്ട് യുദ്ധം തുടരുകയാണ്. പാശ്ചാത്യ ലോകത്തെ സൈനിക ഉദ്യോഗസ്ഥരും നയതന്ത്രജ്ഞരും വ്യക്തമായി പറയുന്ന ഒരു കാര്യം 1962 മുതൽ ഇതുവരെയുള്ള ഏതൊരു ഘട്ടത്തെക്കാളും ലോകം ആണവ ദുരന്തത്തോട് അടുത്തിരിക്കുന്നു എന്നാണ്. റഷ്യ നിർമ്മിച്ചതായി പറയപ്പെടുന്ന ഈ ആയുധ സംവിധാനങ്ങൾ അവർ ഇപ്പോഴും പരീക്ഷണ വിധേയമാക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പോസിഡോൺ ഒരു ചെറിയ അന്തർവാഹിനിയുടെ വലിപ്പമുള്ള ഒരു ആണവ ശക്തിയുള്ള ആണവ വാഹക ശേഷിയുള്ള ഒരു അണ്ടർ വാട്ടർ ഡ്രോണാണ്. ശത്രുതീര പ്രദേശങ്ങൾക്ക് സമീപം പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് AI സംവിധാനത്തിൽ ആയിരക്കണക്കിന് മൈലുകൾ വെള്ളത്തിനടിയുള്ള സഞ്ചരിക്കുവാൻ ഇതിന് കഴിയുമെന്നാണ് റഷ്യൻ സ്റ്റേറ്റ് മീഡിയയുടെ ഉദ്യോഗസ്ഥരടക്കം അവകാശപ്പെടുന്നത്. ഇത്തരമൊരു സ്ഫോടനത്തിന് വൻതോതിലുള്ള സുനാമി തരംഗങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കൂടി അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം അവസാനമാണ് പുടിൻ ഇതിന്റെ പരീക്ഷണം വിജയകരമാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നത്. റഷ്യ ഒരു അന്തർവാഹിനിയിൽ നിന്ന് അത് വിക്ഷേപിക്കുകയും പിന്നീട് അതിന് ശക്തി പകരുന്ന റിയാക്ടർ സജീവമാക്കുകയും ചെയ്തു എന്ന് കൂടി പുടിൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ പോസിഡോണിനെ ഒരു യഥാർത്ഥ അന്ത്യദിന ആയുധമായി കണക്കാക്കാമെന്ന് മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവും പ്രഖ്യാപിച്ചിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇതിന് ബ്രിട്ടനെ ഒന്നാകെ മുക്കിക്കളയുവാൻ കഴിയുമെന്നാണ് ചില ഗവേഷകരടക്കം വെളിപ്പെടുത്തുന്നത്. ഇത് ഏകദേശം 20 മുതൽ 24 മീറ്റർ നീളവും ഏകദേശം 2 മീറ്റർ വ്യാസവും ഉള്ളതാണ് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുകയാണ് ഇത്തരത്തിലുള്ള ആണവായുധങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ആണവായുധങ്ങൾ പരീക്ഷിക്കുകയോ പ്രയോഗിക്കുകയോ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയാൽ അത് ഒരിക്കലും അനുവദനീയമല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഇപ്പോൾ പറയുന്ന പോലെ ഒരു ബട്ടൺ അമർത്തിയാൽ, വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് ഒരു ബട്ടൺ അമർത്തിയാൽ ലണ്ടൻ മുതൽ ന്യൂയോർക്ക് നഗരം വരെ കത്തിച്ചാമ്പലാവും 1 മിനിറ്റിനുള്ളിൽ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുമോ? ചിന്തിക്കാൻ കഴിയുമോ? പക്ഷെ ചിന്തിക്കണം. ഇത് വെറും ഒരു ഫാന്റസി അല്ല, ഇതൊരു വലിയ സത്യമാണ്. ആ ഒരു വലിയ സത്യത്തിലേക്ക് നടന്നെടുക്കുകയാണ് റഷ്യ പോലൊരു വലിയ രാജ്യം. ആ രാജ്യത്തിന്റെ മുൻകരുതലുകൾ എന്ന് പറയപ്പെടുന്ന അവരുടെ രാജ്യത്തെ സംരക്ഷിക്കൽ മാത്രമാണ്. മറ്റു രാജ്യങ്ങളോട് ഏത് തരത്തിലുള്ള മനുഷ്യത്വ രഹിതമായ സമീപനങ്ങൾ സ്വീകരിക്കുവാനും അവർ തയ്യാറാണ്. അവർക്ക് അതൊന്നും ഒരു വിഷയവുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, റഷ്യയുടെ ഈ യാത്ര എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും നമ്മൾ ഈ പറയുന്ന പോലെ ഒരിക്കലും ആർക്കും
അഭിലഷണീയമായ കാര്യമല്ല. അത്തരത്തിൽ ചെയ്യുന്നതിനോട് ലോകരാജ്യങ്ങളടക്കം വെറുപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷെ അവിടെ റഷ്യ ഇത്തരത്തിലൊരു നീക്കം നടത്തിയാൽ, ഇത്തരത്തിലൊരു ആണവ ആയുധ നിർമ്മാണം നടത്തിയാൽ അത് ലോകരാജ്യങ്ങൾക്ക് മറ്റൊരു പ്രചോദനമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മറ്റൊരു മാതൃകയാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് റഷ്യ തുടരുന്ന ആണവായുധ പ്രയോഗങ്ങൾ ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ അർത്ഥത്തിലും വലിയ പടപ്പുറപ്പാട് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും ഈ ആണവായുധങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കുകയോ ഈ ആണവായുധങ്ങൾ നിർമ്മിച്ചു കൊണ്ടുവരികയോ ആണവായുധങ്ങൾ നിർമ്മിച്ചവ പരീക്ഷിക്കുകയോ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തിയാൽ പിന്നെ ലോകമില്ല. ലോകത്തിന്റെ അണുവികരണങ്ങളാൽ ഉള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ ലോകം ഇല്ലാതായി പോകും, ചതഞ്ഞ് ചാമ്പലായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ, ഇത്തരത്തിലുള്ള ആണവായുധങ്ങളൊക്കെ തന്നെയും പലപ്പോഴും നമ്മളെ എന്ന് മാത്രമല്ല ലോകത്തെ മുഴുവൻ ചിന്തിപ്പിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നാളെ ഇവയൊക്കെ ഈ ലോകത്തെ മുഴുവൻ തച്ചു തകർക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല.